ഹായ് ഫ്രണ്ട്സ്, അനുജീവനസുഖിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കട്ടപ്പനയാണ് ഇവിടെ ഉള്ളത്. കട്ടപ്പന ഞങ്ങള് ഇന്നലെ വന്നാണ്, ഒരു കമ്പനി മീറ്റിംഗ് ഉണ്ടായിരുന്നു ചേട്ടായിക്ക്. അപ്പൊ ഞങ്ങൾ ഇന്നലെ വന്നാണ് ഇവിടെ. ഞങ്ങൾ കട്ടപ്പന വന്നു വെച്ചാൽ ഇവിടുത്തെ മാസ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ റൂം എടുത്തു. അങ്ങനെ റൂമിൽ രാവിലെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. ഇപ്പൊ ഞങ്ങള് വാഗമണ്ണിന് പോകുക കേട്ടോ. ഇന്ന് നമ്മള് വാഗമണ്ണ് ആ ഭാഗത്ത് കുറെ സംഭവങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് വഴിയെ ഒന്ന് നോക്കാം. എന്തൊക്കെയാ അല്ലേ രൂപ, വാഗമണ്ണിൽ എന്തൊക്കെയാ ഉണ്ടെന്ന് ആണോ? അവിടെ എന്തൊക്കെയാ ഉണ്ടെന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടല്ലേ? ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടെന്നൊക്കെ പറയണം. ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, പക്ഷെ അത് എത്രമാത്രം സെറ്റപ്പ് ആണെന്നൊക്കെ നമുക്കൊന്ന് പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അപ്പൊ ഇനി നമ്മളങ്ങനെ പുറപ്പെടുകയാണ്. അപ്പൊ എല്ലാവരും ചാനല് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് പ്രത്യേകം ചെയ്യണം. എന്തോ നെഗറ്റീവ് പോസിറ്റീവ് കമന്റ് ചെയ്യണം. അത് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, എന്തെങ്കിലും ഞങ്ങൾ മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ അങ്ങനെ പറയാ. എന്തുണ്ടെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇടുക. നിങ്ങളാണ് ഞങ്ങളെ എനർജി. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. ഞങ്ങൾ ഒരൊറ്റ പെരുമ്പാവൂര് എക്സ്പോയ്ക്ക് ഞങ്ങൾ പോയി എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് അന്ന് കിട്ടിയത് 13 സബ്സ്ക്രൈബേഴ്സിനെയാണ്. അപ്പൊ എല്ലാവരും ഞങ്ങൾ പറയാത്ത, ഞങ്ങളുടെ തന്നെയാണ് കുറ്റം, ഞങ്ങൾ പറയാത്തതുകൊണ്ടായിരുന്നു എന്നും ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്റെ പോലെ ഭയങ്കര ആഗ്രഹമാട്ടോ എനിക്ക്. എന്നും പറയും പ്ലേ ബട്ടൺ, നമുക്ക് പ്ലേ ബട്ടൺ കിട്ടാറായോ ഞങ്ങളുടെ കല്യാണത്തിന്റെ ആൽബം അതേ ആ മോഡലിലാ ഇരിക്കുന്നത്. അപ്പൊ സിൽവർ കളറാ. അതെടുത്തു വെച്ച് എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയെന്ന് പറഞ്ഞ് കല്യാണ ആൽബം എടുത്തോണ്ട് വന്നിട്ട് കാണിക്കും അല്ലേ? അപ്പൊ കൊച്ചാണ് ഞങ്ങൾ ഈ യൂട്യൂബിലേക്ക് കൊണ്ടുവന്നത്. നമുക്ക് ഈ പ്ലേ ബട്ടൺ മേടിക്കണം, അപ്പൊ എല്ലാവർക്കും പ്ലേ ബട്ടൺ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ യൂട്യൂബ് ശ്രദ്ധിക്കാൻ തുടങ്ങി, ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങി തിരിച്ച്. അപ്പൊ കൊച്ചിന് പ്ലേ ബട്ടൺ കിട്ടുക എന്നുള്ളതാണ് കൊച്ചിന്റെ ആത്യന്തിക ലക്ഷ്യം. കൈകടി കിട്ടണം, പ്ലേറ്റ് മേടിക്കണം, അതൊക്കെയാണ് എന്റെ സന്തോഷം. നാട്ടുകാരുടെ കൈയടി കിട്ടണം. കൊച്ചിന് പിന്നെ ഹോട്ടലിൽ വന്നു കഴിഞ്ഞപ്പോ ടവലും കൊണ്ട് അരയന്നം വെച്ചില്ല. അതെന്നാ എല്ലാവർക്കും അരയന്നം വെച്ചൊക്കെ കൊടുക്കൂല, നമുക്ക് വെക്കാൻ കൊച്ചിന് ഒത്തിരി സംശയങ്ങളാ. വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അതായിരിക്കും അവളങ്ങനെ ഉദ്ദേശിച്ചേ. അപ്പൊ നമുക്ക് യാത്ര തുടരാം. അപ്പൊ നമുക്ക് നേരെ വാഗമണ്ണിലോട്ട് വിടാം. അപ്പൊ നിങ്ങളും കൂടെ പോരുമല്ലേ? മത്തായി പാറ, ഇതാണ് മത്തായി പാറ. മത്തായി ചേട്ടൻ പോയി ഇരുന്ന പാറയായിരിക്കും മത്തായി പാറ. ഇപ്പോഴാണ് റോഡൊന്നും 30 എത്തിയപ്പോ അല്ലേട്ടെ, 30 എത്തിയപ്പോ തൊട്ടിങ്ങോട്ട് നല്ല റോഡാണ്. അതുവരെ ആകെ പ്രശ്നമായിരുന്നു. മൊത്തം പാറയാട്ടോ, പാറയും കാടുവാ. കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു പാറക്കെട്ടുകളാ. എങ്ങോട്ടാ? നല്ല വ്യൂ പോയിന്റ് ആയിരിക്കും, അതുകൊണ്ടാണ് പാറയല്ലേ. ഇവിടെ ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങൾ കാണാം കേട്ടോ, ചെറിയ. ഇടുക്കി ജില്ലയിലാണ് താമസിക്കണെങ്കിലും ഈ ഭാഗത്തേക്ക് ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാഗമണ്ണ് പോകുന്ന സമയത്ത് ഒരു സ്ഥലം കണ്ടു. ഈ സ്ഥലത്തിൻ്റെ പേര് ഉപ്പത്തറ ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഉപ്പത്തറയായിരിക്കും. നല്ല വെയിലുണ്ട്. അവിടെ ദൂരെ ഒരു പള്ളി കാണും. മലമടക്കുകൾ ഇങ്ങനെ ദൂരെ നിന്നാൽ കാണാൻ പറ്റും. ഒരു പള്ളി കണ്ടോ? ഇതൊരു പള്ളിയാണ്, അത് ദൂരെയാണ്. ഞങ്ങളിങ്ങനെ ഇവിടെ നിന്നേച്ച് ഈ സ്ഥലത്തിൻ്റെ നല്ല ദൂരെ കാഴ്ചകൾ കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. വെയിലടിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നില്ല. വീഡിയോ നല്ല ഇത് കാണാൻ പറ്റുന്നെന്ന് വിശ്വസിക്കുന്നു.
നല്ല റൗണ്ട് ചെയ്ത് കിടക്കുക സ്ഥലം. അവിടെ ഒരു പടുതാക്കുളം കെട്ടിയിട്ടേക്കണോ, നല്ല വലിയൊരു പടുതാക്കുളം. കൃഷി നനയ്ക്കാനായിരിക്കണം, അതോ മീൻ വളർത്താനാണെന്നറിയില്ല. ഈ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ കണ്ണടയൊക്കെ വെച്ച് ജുവാനെ കണ്ടോ, ജുവാ പറ. ഉപ്പുതറ ഒരു പാറയിലാണ്. ആണോ? നല്ല രസമില്ലേ കാണാൻ? അപ്പൊ നമുക്ക് വാഗമണ്ണിന് പോവാം അല്ലേ? ഞങ്ങളുടെ ലക്ഷ്യം വാഗമണ്ണാണ്. പോയി നോക്കാം. നല്ല ഭംഗി തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. മറ്റേ AVT അല്ലേടേ, AVT കമ്പനിയുടെ ടീ പ്ലാന്റേഷൻ ആണ് കാണുന്നത്. നമ്മൾ ആ മേളിൽ നിന്ന് കണ്ട, നമ്മളെ മേളിൽ നിന്ന് റോഡ് നല്ല രസമുണ്ടല്ലേ. ഇവിടെ നിന്നിട്ടാണെങ്കിൽ ഇവിടെ ഇത് ശരിക്കും മൂന്നാർ പോലെ തോന്നുന്നുണ്ട്. വന്ന് മൂന്നാർ വന്നോ ഇതിവിടെ ഇത് കണ്ട ശരിക്കും മൂന്നാർ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് നല്ല രസമല്ലേ ജുവാ? ശരിക്കും ഇവിടെ എത്ര നല്ല ടീ പ്ലാന്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. മൊത്തം പാറക്കെട്ടുകളാണ് കേട്ടോ ഇവിടെ. എന്റെ പൊന്നെ, ശരിക്കും പറഞ്ഞ ഉപ്പുതറയെന്ന് തൊട്ട് ഇങ്ങ് വന്നിട്ട് അങ്ങനെ വിശ്വാസം കാണാൻ പറ്റില്ല അല്ലേടേ. മൊത്തം പാറക്കെട്ടുകളാണ്. ഇതും വാഗമണ് പോണ വഴിക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ്. കറക്റ്റ് ലൊക്കേഷൻ പറയാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. നല്ല രസമുണ്ട്. പാറയും നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. പാറയാണ് മൊത്തം. അനുക്കൊച്ച് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഈ വെയിലായതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല എന്നാണ്. വെയിലായതുകൊണ്ടല്ല, വയ്യായ്മയുണ്ട്. ഇപ്പം 4 മാസം കഴിഞ്ഞ് 5-ാം മാസത്തിലേക്ക് ആയിരിക്കുകയാണ്. അന്നേരമാണ് വാഗമണ്ണ് കാണണമെന്ന് തോന്നണേ. സാധാരണ ഇപ്പം മാങ്ങ തിന്നണമെന്നാണ് തോന്നാറുള്ളത്. പക്ഷേ പുള്ളിക്കാരത്തേക്ക് വാഗമണ്ണിൽ പോകണമെന്നാണ്. പിന്നെ അത് നമ്മൾ സാധിപ്പിച്ചു കൊടുക്കാന്ന് വെച്ചു. അത് മറ്റേ അമ്പലം അല്ലേ? താഴെ കാണുന്ന അമ്പലമാണ് കേട്ടോ. അമ്പലത്തിന് മുകളിലേക്ക് കയറി പോകുന്ന പടി അല്ല, സ്റ്റെപ്പാണത്. സ്റ്റെപ്പുകളാണല്ലേ? സ്റ്റെപ്പല്ലേ? നല്ല രസമുണ്ടല്ലേ. പോയി ജുവ മടുത്തോ? ജുവ യാത്ര ചെയ്ത അയ്യോ എന്റെ പൊന്നെ, ചോദിച്ചതിന് ക്ഷമാപണം. ഇഷ്ടംപോലെ റൂംസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ഇന്നലെ കട്ടപ്പന ചെന്ന് കഴിഞ്ഞപ്പം റൂം കിട്ടാൻ ഭയങ്കര പാടുണ്ട്. അയ്യോ അതേട്ടോ, കൊറേ 1 മണിക്കൂർ നേരം കണ്ട് നടന്നു ചേട്ടെ. 1 മണിക്കൂർ എല്ലായിടത്തും ഫുഡും. അത് മാത്രമല്ല ഭയങ്കര റേറ്റ്. പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ റൂംസ് ഉണ്ട് വഴിക്ക്. ഹോം സ്റ്റേകളായിരുന്നു ഇന്നലെ കട്ടപ്പന. നമുക്ക് അത്രയും നമുക്ക് കിട്ടാൻ താമസം പറഞ്ഞാണെങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടായിരുന്നു ഇവരുണ്ടായിരുന്നത്. പക്ഷെ അവിടെ റൂമിനൊന്നും അത്ര ക്ഷാമം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ഓർത്തത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ കൊറേ തപ്പി നടക്കാണ്ട് വന്നു. നമ്മള് വാഗമൺ എത്തിട്ടോ. കുതിര, കുഞ്ഞു പശുക്കിടാവിനെ കണ്ടിട്ട് കുതിര. നമ്മളങ്ങനെ വാഗമൺ എത്തിക്കൊണ്ടിരിക്കുവാണ്. നമ്മള് നേരെ പോകുന്നത് എങ്ങോട്ടാട്ടെ? ഗ്ലാസ് ബ്രിഡ്ജാ. നമ്മള്
ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോവാന്നുള്ള രീതിയിലാണ് കേട്ടോ. അവിടുന്ന് കട്ടപ്പനയിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങൾ പെട്ടുപോയാനെ. കാരണം അവിടെ നിന്ന് പോരണ വഴിക്ക് ഒരൊറ്റ ഹോട്ടൽ അങ്ങനെയൊന്നും നല്ലതൊന്നും കാണാനില്ല അല്ലേട്ടെ. ശരിക്കും കാണുമായിരിക്കും, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് തന്നെ. ഒന്നാമത് വഴി അവിടുന്ന് മൊത്തം മോശമായിരുന്നു. ഒന്നാമത് വഴി മൊത്തം മോശമായിരുന്നു. അവിടുന്ന് ഉപ്പുതറ വരെയും വഴി മോശമായിരുന്നു അല്ലേ. ഒരു 1/2 മണിക്കൂർ 30 മണിക്കൂർ എടുത്ത് വഴി മൊത്തം മോശമായിരുന്നു. പണി നടന്നുകൊണ്ടിരിക്കുക. മോശമായ വഴി പണിതുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ അവസ്ഥയും കൂടി ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്ര ഇറിറ്റേഷൻ തോന്നണേ. നമ്മള് മെയിൻ സ്ഥലത്തുനിന്ന് വന്ന് തിരിയുന്നോടത്ത് പാസ് എടുക്കണം കേട്ടോ. നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പാസ് വേണം. ഇവിടുത്തെ റോഡിലേക്ക് തിരിയുന്നോടത്ത് ഗ്ലാസ് ബ്രിഡ്ജിനെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി അവിടെ തിരിയുന്നോടത്തും പാസ് വേണം. മൊട്ടക്കുന്നുകൾ ഇതാണ് മൊട്ടക്കുന്നുകൾ. നമ്മള് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ജുവ ഇത് എത്താറായിട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നോണ്ട് ഇത് എവിടെ എത്തിയോ എത്തിയില്ലയോ എന്നൊന്നും ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. എത്താറായതാണ്. 5 മിനിറ്റും കൂടെ ഉണ്ട്. അല്ല ജുവ കാട്ടുപോത്ത് ജുവയുടെ കാട്ടുപശുവാ. മൊട്ടക്കുന്നുകളിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നത് ശിക്ഷാർഹമാണ്. ഇത് അതെന്താ സംഭവം? വലിയ തിരക്കൊന്നും നമ്മളെ വന്ന വഴിക്കൊന്നും വലിയ തിരക്കൊന്നും അങ്ങനെ പറയാനില്ലായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വരുമ്പോ എന്താ നല്ല രസം. അടിപൊളി വാട്ടർ പാർക്ക്. അടിപൊളി അടിപൊളി. നമ്മളങ്ങനെ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. കാർ പാർക്കിംഗ് ഏരിയയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എത്തിയിരിക്കുന്നു. ഇനി ഇവിടെ എന്താ സംഭവം നമുക്കറിയില്ല കേട്ടോ. നമ്മൾ നടന്നു നോക്കാം ഇനി ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് കേട്ടോ. എവിടെയൊക്കെ നമ്മൾക്ക് ഇനി പാസ് എടുക്കണമെന്ന് അറിയില്ല. ഇപ്പൊ ഒരു പാസ് കഴിഞ്ഞു. നല്ല വെയിലുണ്ടെങ്കിലും നല്ല കാറ്റാ, നല്ല തണുത്ത കാറ്റാണ്. അതുകൊണ്ട് ചൂട് അങ്ങനെ തോന്നുന്നില്ല അല്ലെ. ചൂട് അങ്ങനെ അനുഭവപ്പെടുന്നില്ല. അനുഭവപ്പെടുന്നില്ല. കാറ്റുള്ളത് കൊണ്ടാ ചൂട് അനുഭവപ്പെടുന്നത്. പക്ഷെ അവിടെയൊക്കെ കണ്ട മേഘം ഇങ്ങനെ കണ്ടിട്ടെ. കാർമേഘമാണോ അത്? പണി ആ ശരി. അതെ ഇത് നോക്കിയത് ഊരി കഴിഞ്ഞപ്പോ നല്ല തെളിച്ചം. ഇതേതോ നോക്കി എന്ത് നല്ല തെളിച്ചം. ജുവ തുടങ്ങിയിട്ട പരിപാടി. ചുമ്മാ എന്തിനാ ജുവ അവിടെ കയറണേ? ഇതാ ലൈസ്, ഷൂവിന്റെ ലൈസ് കേട്ടെ. ജുവ തുള്ളി തുള്ളി പോകുന്നുള്ളൂ കേട്ടോ. അവിടുന്ന് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എത്താറായോ എന്നും ചോദിച്ചു. ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കി കഴിഞ്ഞപ്പോ നോക്കി. ജുവ വീടല്ലേ? ദേവനു അടിപൊളി നല്ല എക്സ്പീരിയൻസ്. പാരാഗ്ലൈഡിങ് അടിപൊളി, പറയാതിരിക്കാൻ പറ്റില്ല. ഇത്ര ഉയരത്തിലൊക്കെ ഇങ്ങനെ പറക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ മറ്റേ ഫ്ലൈറ്റ് ഓടിക്കാൻ അതിന്റെ റേറ്റ് എത്രയാന്ന് ഉറപ്പായിട്ട് ചോദിച്ചിട്ട് നമ്മളൊന്നും ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ചേട്ടായിക്ക് പേടിയില്ല? ഇത് എത്ര ഇത് അപ്പുറത്തോ. ഇത് എങ്ങനെയാട്ടെ ഇത് നിയന്ത്രണം? ഇതിന്റെ എങ്ങനെയാട്ടെ നിയന്ത്രണം? ഏത് മറ്റേ കേറുന്നവരുടെ തന്നെയാണോ അതോ അവിടെ താഴത്തെ ഇത് കൺട്രോൾ ചെയ്യുന്നവരുടെ കയ്യിലാണോ? അപ്പൊ ഇത് ഓരോ കുറതിന്റെയും കൺട്രോളിങ് അങ്ങനെ വരികയല്ലോ അല്ലേ? സൂപ്പറായിട്ട് എന്തായാലും പാരാഗ്ലൈഡിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്ഥലമാണെങ്കിൽ നമുക്ക് പോകാമായിരുന്നില്ലേ? എനിക്കിഷ്ടമാണ്. 2 പേരാ. അല്ല
കുഞ്ഞാവൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അതിന്റെ ദൂരം നിങ്ങൾ മനസ്സിലാക്കണം. അത് നമുക്ക് ഇവിടുന്ന് ഹൈറ്റിലാന്നറിയാമോ, നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും ആകാശത്ത്. എന്റെ പൊന്നെ, അത് സൂപ്പറായല്ലേ, പറയാതിരിക്കാൻ പറ്റില്ല. സൈക്ലിങ് ഇത് ഓരോന്നിൻ്റെയും ചാർജ്, കറക്റ്റ് ചാർജ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ കാണിക്കാമേ. സ്കൈ റോളർ, റോക്കറ്റ് ഇജക്ടർ, ഫ്രീ ഫാള്, 360 ഡിഗ്രി സൈക്ലിങ്, എല്ലാത്തിനും കൂടി ആക്ച്വൽ പ്രൈസ് 1300. അപ്പോൾ ഓഫർ പ്രൈസ് 1999 രൂപ. അത് പക്ഷേ സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട് അവിടെ, എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് റോളർ വേറെയാണ്. ഗോൾഡ് പാക്കേജ്, ഇത് സിൽവർ പാക്കേജും ഗോൾഡ് പാക്കേജും, പിന്നെ ഡ്യുവൽ കോംബോ, ട്രിപ്പിൾ കോംബോ, അങ്ങനെ 1650 രൂപ. 1200 രൂപയ്ക്ക് ഓഫർ പ്രൈസ്. ഗോൾഡ് പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ പ്രൈസ് 1650 രൂപ വരും. ഓഫർ പ്രൈസ് ആണെങ്കിൽ 1200 രൂപ. പിന്നെ ഇത് ട്രിപ്പിൾ കോംബോ, സ്കൈ റോളർ പ്ലസ് ഫ്രീ ഫോൾ പ്ലസ് 360 ഡിഗ്രി സൈക്ലിങ്, സ്കൈ റോളർ, അതെല്ലാം കൂടെ കൂടി ആക്ച്വൽ പ്രൈസ് 950 രൂപ. കോംബോ ഓഫർ 700 രൂപ. ഡ്യുവൽ കോംബോ, അതെല്ലാം കൂടെ കൂടി ആക്ച്വൽ പ്രൈസ് 600 രൂപ. കോംബോ ഓഫർ 400 രൂപ. അഡ്വഞ്ചർ ആക്ടിവിറ്റി റേറ്റ്, ഗ്ലാസ് ബ്രിഡ്ജ് 250, സിപ്പ് ലൈൻ 350, ബൺകി, ട്രംബോലൈൻ 300, സ്കൈ സൈക്ലിംഗ് 350, സ്കൈ റോളർ 350, ജയൻറ്റ് സ്വിംഗ് 350, ഫ്രീ ഫാൾ 350, റോക്കറ്റ് ഇജക്ടർ 350, 360 സൈക്ലിംഗ് 250, ഹ്യൂമൻ ഗൈറോ 100, കപ്പിൾസ് കോംബോ 1000, ഡ്യുവൽ ബഡ്ജറ്റ് കോംബോ 400, ഡ്യുവൽ കോംബോ 500, ട്രിപ്പിൾ കോംബോ 700, സിൽവർ പാക്കേജ് 390. ഗോൾഡ് പാക്കേജ്, സിൽവർ പാക്കേജും സ്റ്റുഡൻറ്റ് സ്പെഷ്യൽ 400 രൂപ. അപ്പം മറ്റേ ഈ പാരാസൈക്ലിങ്ങിൻ്റെ ഒന്നും സെപ്പറേറ്റ് അത് പറഞ്ഞിട്ടില്ല അല്ലേ? റോക്കറ്റ് ഇജക്ടർ അല്ലേ, ഇജക്ടർ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനം കാണാം. അതത്ര സുഖകരമായിട്ട് നമുക്ക് തോന്നാറില്ല. നമ്മുടെ അവിടെ ഉണ്ട് മറ്റേ നമ്മളാ ഇരുട്ടുകാലത്ത് ആ സംഭവം തന്നെയല്ലേ ഇത്? അതിന്റെ നമുക്ക് ഡേഞ്ചറായിട്ട് പോകും. കയറി കഴിയുമ്പോ എങ്ങനെയാണ്? എന്തായാലും ഞാൻ കയറുന്നുണ്ടോ? നമുക്ക് നോക്കാം ഇതിന്റെ പ്രവർത്തനം. വെയിലായതുകൊണ്ട് കാണത്തില്ലെന്നു. എവിടെയാ ക്യാമറ? കിട്ടിയോ? അത് വെയിറ്റില്ലാത്തതുകൊണ്ട് നല്ല ഹൈറ്റ് പൊങ്ങിയില്ലേ? ഇറങ്ങി പോണേ. സമാധാനായി. ഹലോ, ഞങ്ങളിപ്പോ ഇവിടത്തെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ തൊട്ടടുത്തുള്ളൊരു ടവറുണ്ട്. നല്ല മുഴുവൻ 360 ഡിഗ്രിയിൽ കാണാൻ പറ്റിയൊരു ഏരിയ ആണ്. ഭയങ്കര ഹൈറ്റിലാണ്. ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പിലാണ് ഞങ്ങളിപ്പോൾ. ഇനി മേളിലോട്ടുണ്ട്. ഞങ്ങള് ഫസ്റ്റ് സ്റ്റെപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാറ്റ് നല്ല അപാര കാറ്റാണ്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വെയിലാണ്. പക്ഷെ കാറ്റ് നല്ല തണുത്ത കാറ്റ്, നല്ല അതുകൊണ്ട് നല്ല സുഖമുണ്ട് നിൽക്കാൻ. മുടിയൊക്കെ കണ്ടില്ലേ പാർത്ത് നാശമായി.
കാറ്റെന്ന് പറഞ്ഞാണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ വെയിലൊക്കെ കൊണ്ടുവച്ച് നമ്മൾ ATM കൗണ്ടറിൽ ATM കൗണ്ടറിൽ കയറി പൈസ എടുക്കാനല്ലോ അതുപോലെയുള്ള കൂളിംഗ് ആണ്. സൈക്ലിങ്, പാരാഗ്ലൈഡിങ്ങിന് റേറ്റ് ചോദിച്ചപ്പോ 4500 രൂപ പെർ ഹെഡിന് 4500. പക്ഷെ അത് മോശം പറയാൻ പറ്റില്ല അല്ലേ, മോശമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ രസാ. എന്നാ വെച്ചാ ഈ നല്ല ഉയരത്തിൽ ഇങ്ങനെ കിലോമീറ്ററോളം പറക്കാം. ഒരാൾ കൂടെ ഉണ്ടാവും, അത് നമ്മളെ നിയന്ത്രിച്ച് പറക്കാൻ നമ്മൾ ഒരാൾ കൂടെ ഉണ്ടാവും. ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ. അത് നല്ല സൂപ്പർ സംഭവം, സൂപ്പറാണ് കേട്ടോ. 4500 രൂപ കാശുള്ളവനും അത് വേർത്താ. അതെ, കാരണം നല്ല ഹൈറ്റിലാണ് കേട്ടോ. ഇതിന്റെ ആഴം ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. ബാക്ക് വ്യൂ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ആണോ ഇതിന്റെ വ്യൂ നിങ്ങളൊന്ന് എന്നാ സംഭവമാണ്. ഇതാണ് പ്രകൃതി തന്നെ ഇവിടെ ഒരു സൗന്ദര്യം ഉണ്ടാക്കി. മഞ്ഞ മൂടിയ ഒരു അവസ്ഥയുണ്ട്, പക്ഷെ മഞ്ഞല്ല. ശരി, അത് മഞ്ഞല്ല അല്ലേട്ടെ, പക്ഷെ ഒരു എന്താ പറയുക, കോടമഞ്ഞ് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നൂലേ. ഇനിയിപ്പോ ഇതിന്റെ മുകളിലത്തെ ടോപ്പ് വ്യൂ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ്. ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ കഴിക്കുകയാണ്. ഹലോ, ഞങ്ങൾ അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പോവാണ്. ഗ്ലാസ് ബ്രിഡ്ജിൽ ഒന്ന് കയറി അതെങ്ങനെയുണ്ടെന്ന് നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണോ എന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ കാണാം. ദൂരെ നിന്ന് നോക്കി വെച്ച് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കണ്ടിട്ട് നല്ല എന്താ നല്ല ബ്രിഡ്ജല്ലേ, നല്ല ആഴമുണ്ട്. അതിൽ കണ്ടാലാണ്, അത് കയറി വീട്ട് നോക്കിയാലാണ് അതിന്റെ ഭീകരാവസ്ഥ മനസ്സിലാവുന്നതാണ് പറഞ്ഞത്. അപ്പൊ നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടെ വന്നിട്ട് ബ്രിഡ്ജ് കയറാതെ പോയാ പ്രേക്ഷകരായ നിങ്ങൾ എന്ത് പറയും? അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ അതിൽ കയറാൻ പോവാണ്. അതെ, നല്ലതാണേലും പറയും ചെയ്യും, കൊള്ളില്ലെങ്കിലും പറയും കേട്ടോ. അത് ഞങ്ങൾ ഉള്ളതേ പറയുള്ളൂ. ആ 250 രൂപയ്ക്ക് ഉള്ളത് വെർത്താണോ എന്നുള്ളത് ഞങ്ങൾ പറയും. ഇല്ലാത്തത് ഞങ്ങൾ പൊക്കി അടിച്ച് പറയുമൊന്നുമില്ല. ആ വണ്ടർഫുൾ എന്നൊന്നും പറയില്ല, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. അതെ കേട്ടോ, അതെ. ഇപ്പം അങ്ങ് ഓടി ഓടി പോകുന്നുണ്ട്. ഞങ്ങൾ വേറൊരു സാധനം കാണിച്ചു തരാം. അല്ല, ഇത് കണ്ടോ, ഒരു പയ്യൻ ഉരുണ്ട് അപ്പുറത്തേക്ക് പോകണം. ആ കമ്പിയൊക്കെ ഇങ്ങനെ ഉരുണ്ട് പോകട്ടോ, അങ്ങ് വരെ പോണം. ഇച്ചിരി റിസ്ക് പിടിച്ച പണിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടും, അതിൻ്റെ കൂടെ നമ്മൾ ഉരുട്ടണം. ഇച്ചിരി പണിയാണ്, റിസ്ക്. എന്നാലും അപ്പോൾ ഇനിയിപ്പോ ഈ പരീക്ഷയുടെ ഒക്കെ സമയമാവുമല്ലേ, അതുകൊണ്ടാന്ന് തോന്നുന്നു ഇച്ചിരി തിരക്ക് കുറവ്. ഭയങ്കര തിരക്കാന്നുള്ളത്. ഗ്ലാസ് ബ്രിഡ്ജ് ആണെന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജ് ചില്ലാണിത്. ചില്ലേക്കൂടെ നമുക്കിങ്ങനെ നടന്ന് പോവാം. അതാണ് അതൊക്കെ കണ്ടോ.
കാറ്റെന്ന് പറഞ്ഞ ഇവിടെ ഒരു ഇത് വെക്കേണ്ടിയിരുന്നു അല്ലേ? കാറ്റിന് പോവാതെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം വെക്കേണ്ടിയിരുന്നു. കാറ്റിന്റെ സൗണ്ട് ആട്ടോ ഇത്. പുലിക്കണ്ടപ്പാ. ആ ഷേക്ക് ചെയ്യുന്നുണ്ട്. നടന്നേച്ച് തിരിച്ചു നടക്കൂ. അങ്ങോട്ട് നടക്ക്, അങ്ങോട്ട് നടക്ക്. പൂച്ചോണായി ചേട്ടാ യുവ പോണേ. രക്ഷപ്പെട്ടു കൊച്ചു. ഗ്ലാസ് വെച്ച് കയറിയിട്ട് എന്തെങ്കിലും ഇറങ്ങി നിൽക്കും കേട്ടോ. സൂപ്പർ, ഒന്നും പറയാനില്ല. അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ കാറ്റാണ് നമ്മളെ. കാറ്റെന്ന് പറഞ്ഞാൽ പര കാറ്റാ. കൊച്ചിനാണെങ്കിൽ ഇങ്ങനെ പമ്മി പമ്മി പൂച്ച ഓണമായിരിക്കും കൊച്ചു പോയെ. കൊച്ചിന് അങ്ങോട്ട് പോയപ്പോ പേടിച്ചില്ല, പക്ഷെ തിരിച്ചു വന്നപ്പോ കൊച്ചിന് പേടിയായി. പമ്മി പമ്മി പൂച്ച ഷോള് തൊപ്പിയൊക്കെ വെച്ചോണ്ട് പോയാ കാറ്റ് പുറത്ത് അടിപൊളിയാണ്. 50 രൂപയ്ക്ക് വർത്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പോലെ.
പക്ഷെ 5 മിനിറ്റ് നമുക്ക് ആസ്വദിക്കാനുള്ള 5 മിനിറ്റ് ശരിക്കും അല്ലേ? ശരിക്കും നമുക്കത് ആ കാറ്റും കൊണ്ടാണ് ശരിക്കും നമ്മൾ ആടുന്ന പോലെ തോന്നും. പക്ഷെ ആടുന്നുണ്ടല്ലേ? അതിന്റെ അറ്റം അതിന്റെ അറ്റത്ത് നിന്നിട്ട് കാറ്റൊക്കെ നോക്കി പിന്നെ 2000 അടി താഴ്ച നമുക്കറിയില്ല. അടി വെച്ച് നോക്കാം. 2000 അടി താഴ്ച. അതെ എന്തായാലും സൂപ്പർ. ഇതതിൻ്റെ എൻട്രൻസ് ആണ്. ഈ വാഗമണിൻ്റെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് തന്നെ എൻട്രൻസിലേക്കാണ് നമ്മളിപ്പോൾ ചെല്ലാം. റിട്ടേൺ വരുമ്പോൾ നല്ല മഴക്കൂടും. ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളം മണ്ടയിലാണ് ഈ പരിപാടി മൊത്തം. ഞങ്ങളുടെ തൊപ്പി എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയാണ്. നിങ്ങളുടെ കണ്ണട നേരത്തെ കൊച്ചിൻ്റെ തൊപ്പി കണ്ടോ? പറയാ ലൈക്ക് ചെയ്യണം, അടിപൊളി തൊപ്പി. ഓക്കെ ഞങ്ങളങ്ങനെ വാഗമണ് പോയിട്ട് കട്ടപ്പനയ്ക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വഴി വന്നു കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ റോഡ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇത് ഏലപ്പാറ റോഡ് അല്ലേ? ഏലപ്പാറ കട്ടപ്പന റോഡ്, ഒന്നും പറയാനില്ല കേട്ടോ, സൂപ്പർ റോഡ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ